വ്യക്തികളെ ശരിക്കും ആക്ടർമാർ ടാർഗറ്റ് ചെയ്യുന്നു. ഇവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംബന്ധമാണ് സുഹൃത്ത് ചോദിക്കുന്നത്. അവർക്ക് അതിൻ്റെ ഒരു മറുപടി തോന്നുന്നു. അങ്ങനെ ഓരോ വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 25 പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞവർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ. എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. എൻ്റെ പൊന്നെ ഹൈദർക്ക, അത് ചിലപ്പോൾ ഹൈദർക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദർക്ക് എന്താ വിശ്വസിക്കണേ? കഴിയുമോ? പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു ഹൈദർക്ക്? അല്ല, മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരാളെന്ന് പറഞ്ഞത് ശരിയാവില്ലല്ലോ. ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. അതാണ്, അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ എത്ര സിനിമയുണ്ട്, അച്ഛൻ്റെ എത്ര സിനിമയുണ്ട്, കാര്യം എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയില്ല. ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും. പിന്നെ സമയം ഞങ്ങൾക്ക് എഴുതാനല്ല, വായിക്കാറില്ല.